ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി 41ാമത്തെ ക്ലാസ്. ഇതിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തയമ്മുമ് ചെയ്ത് നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കേണ്ട ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ ഉദ്ധരണി കാണാം. അത്തയമ്മുമു വൽ ഇആദത്തു, തയമ്മുമും മടക്കലും. ആദ യുഈദു ഇആദത്ത്, അഫ്ആല യുഫ്ഇലു ഇഫ്ആൽ, മടക്കുക. അപ്പം തയമ്മുമും മടക്കലും എന്തിനു മടക്കലാണ്? നിസ്കാരാണ് നമ്മുടെ വിഷയം. നിസ്കാരത്തിന് വേണ്ടിയാണ് തയമ്മും ചെയ്യുന്നത്. ഇവിടെ മൗദിയുൽ ഇല്ലത്തി, നമുക്ക് ആ ഉദ്ധരണിയോടുകൂടെ ആശയം പറയാം. മൗദിയുൽ ഇല്ലത്തി ഇല്ലം യകുൻ അലൈഹി സാത്റുൻ ലാ യജിബു മസ്ഹുഹു ബിൽ മാഇ ബൽ യജിബു ബിത്തുറാബി ഇദാ അംകന. ആ ഒരു പ്രശ്നമുള്ള ഇല്ലത്ത്, പ്രശ്നമുള്ള സ്ഥലം, അവിടെ മറയൊന്നും ഇല്ലെങ്കിൽ ലാ യജിബു മസ്ഹുഹു ബിൽ മായി, വെള്ളം കൊണ്ട് തടവേണ്ടൊന്നുമില്ല. പക്ഷെ തയമ്മും ചെയ്യുമ്പോൾ മണ്ണ് കൊണ്ട് തടവണം. ഈ ഇല്ലത്തുള്ള സ്ഥലത്ത്. ഇല്ലത്തുള്ള സ്ഥലം എവിടെയാ? തയമ്മുമിന്റെ അവയവത്തിൽ. മൗദിയുൽ ഇല്ലത്തി, മൗദി എന്ന് പറഞ്ഞ സ്ഥലം, ഇല്ലത്ത് രോഗമുള്ള സ്ഥലം, തടസ്സമുള്ള സ്ഥലം. ഇല്ലം യക്കുൻ അലൈഹി, ഇല്ലം യക്കുൻ ഇല്ലെങ്കിൽ, അലൈഹി ആ മറയുടെ മേൽ, ഈ ഒരു രോഗമുള്ള സ്ഥലത്തിന്റെ മേൽ, സാത്തുറുൻ മറ, മറ എന്ന് പറഞ്ഞാൽ ബാൻഡേജോ അതുപോലെയുള്ളത്, അങ്ങനെ ഇല്ലെങ്കിൽ ലാ യജിബു നിർബന്ധമില്ല, മസ്ഹുഹു അവിടെ തടവൽ, ബിൽ ഈ വെള്ളം കൊണ്ട് തടവൽ നിർബന്ധമില്ല. ബൽ എങ്കിലും യജിബു നിർബന്ധമാണ്, ബിത്തുറാബി തയമ്മും ചെയ്യുമ്പോൾ മണ്ണുകൊണ്ട് അവിടെ തടവണം. ബിത്തുറാബി എന്ന് പറഞ്ഞാൽ ഇൻകാന ഫി ഉദുവി തയമ്മുമി, തയമ്മുമിന്റെ അവയവത്തിലാണെങ്കിലാണ്. മറ്റൊരു സ്ഥലത്ത് പിന്നെ പ്രത്യേകിച്ച് തടവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് അംകന സൗകര്യപ്പെടുകയാണെങ്കിൽ. സൗകര്യപ്പെടുന്നില്ലെങ്കിൽ ഒരു വിഷയവുമില്ല. വൈനിഹ്താജ, ഇനി ആവശ്യമായാൽ, ഇലാ സാത്തിരിൻ ഒരു മറ ആവശ്യമായാൽ, ഇഹ്താജ എന്ന് പറഞ്ഞാൽ ആവശ്യമായി, ഇനിഹ്താജ ആവശ്യമായാൽ, ഇലാ സാത്തിരിൻ ഒരു മറ ആവശ്യമായാൽ, വജബ നിർബന്ധമാണ്, വദഉഹു ആ മറ വെക്കൽ, ആ മറ സ്ഥാപിക്കൽ, അലാ തുഹ്രിൻ ശുദ്ധിയുടെ മേൽ, ശുദ്ധിയോടെ വെക്കണം, കാമിലിൻ പൂർണ്ണമായ ശുദ്ധിയോടെ വെക്കണം. അഥവാ വുദുവോടുകൂടെയാണ് ആ മറ കെട്ടേണ്ടത്. മറ എന്ന് പറഞ്ഞാൽ ആ ബാൻഡേജോ എനിത്തിങ്, അലാ തുഹ്രിൻ കാമിലിൻ ശുദ്ധിയോടെ. വനസ്ഉഹു ആ മറ മാറ്റി വെക്കണം, നീക്കണം. എന്താ ത്വഹാറത്തി ശുദ്ധിയുടെ അവസരം. മാലം യഖഫ് മഹദൂറൻ, മാലം യഖഫ് ഭയപ്പെടാത്തപ്പോൾ, മഹദൂറൻ ഒരു പ്രയാസം. അപ്പോ മറ മാറ്റിവെച്ചാൽ പിന്നെ അത് പ്രശ്നമാണ്. ഓരോ സ്ഥലത്തും ഓരോ നിസ്കാര സമയം ബാൻഡേജ് അയച്ചാൽ പ്രശ്നമാണ്. ആ സമയത്ത് അയക്കണ്ട. അതേ സമയത്തും പ്രശ്നമൊന്നും ഇല്ലാത്തയിടത്ത് മറ മാറ്റിവെച്ചിട്ട് ചെയ്യണം, അത്രേ പറഞ്ഞു. ഫൈൻ ഖാഫ ഭയപ്പെട്ടാൽ, വജബ മസ്ഹുഹു ബിൽ മാഇ അവിടെ വെള്ളം കൊണ്ട് തടവണം. ആ മറയുടെ മേലെ വെള്ളം കൊണ്ടൊന്ന് തടവിയാൽ മതി. അതായത് ആ കെട്ട് കഴിക്കാൻ പറ്റൂല, അത്തരമൊരു സമയത്ത് അതിന്റെ മേലൊന്ന് തടവിയാൽ മതി. ഫൈൻ ഖാഫ എന്ന് പറഞ്ഞാൽ ഖാഫ മഹദൂറൻ ഒരു പ്രയാസത്തെ ഭയപ്പെട്ടാൽ, എന്തെങ്കിലും രോഗം മാറാതിരിക്കുകയോ രോഗം താമസിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു കലവരും അതുപോലെയുള്ള വല്ല പ്രശ്നവും. അപ്പൊ വജബ മസ്ഹുഹു ബിൽ മാഇ ആ മറയുടെ മേലെ വെള്ളം കൊണ്ടൊന്ന് തടവിയാൽ മതി. വല യജിബു നിർബന്ധമില്ല, ബിത്തുറാബി മണ്ണുകൊണ്ട് തടവൽ, മറയുടെ മേലെ മണ്ണുകൊണ്ട് തടവൽ നിർബന്ധമില്ല. ഫൈൻ കാന ബി ജുറുഹിൽ മുതയമ്മിമി ഈ തയമ്മും ചെയ്യുന്ന ആളുടെ മുറി ജുറുഹ്, ആ ജുറുഹിൽ ഉണ്ടായാൽ, ദമും കസീറുൻ ധാരാളം രക്തം ഉണ്ടായാൽ, ഔ കാന സാത്തിറുൻ ഫി ഉളുവി തയമ്മുമി അല്ലെങ്കിൽ ആ മറ ആയാൽ, ഫി ഉളുവി തയമ്മുമി തയമ്മുമിന്റെ അവയവത്തിലായാൽ, മിൻഹു അയാളിൽ നിന്ന്, ഔ അഖദ സാത്തിറു അല്ലെങ്കിൽ ആ മറ എടുത്തു, മിനസ്വഹീഹി രോഗമില്ലാത്ത അവയവത്തിൽ നിന്ന്, സിയാദത്തൻ കൂടുതൽ, അല ഖദറിൽ ഇസ്തിംസാക്കി ആ മറ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ അളവിനേക്കാൾ. എന്ന് പറഞ്ഞാൽ മറ കെട്ടിയാൽ, ഒരു ചില സ്ഥലത്ത് മറ കെട്ടിയാൽ ആ മറ നിൽക്കണമെങ്കിൽ, ആ ബാൻഡേജ് നിൽക്കണമെങ്കിൽ അപ്പുറം കൂടെ കെട്ടണം, അല്ലെങ്കിൽ എന്നാലേ ഇത് നിൽക്കുള്ളൂ. ആ സ്ഥലത്ത് അതും കൂടി കെട്ടണം. ഔ ലം യഖുദ് അല്ലെങ്കിൽ എടുത്തിട്ടൊന്നുമില്ല, ഇല്ല ഖദറൽ ഇസ്തിംസാക്കി ആ പിടിച്ചു നിൽക്കാൻ, ആ മറ നിൽക്കാൻ ആവശ്യമായതേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ലാക്കിൻ വുളിയ അല ഹദസിൻ ആ മറ വെച്ചത്, മറ കെട്ടിയത്, ആ ബാൻഡേജ് കെട്ടിയത് അല ഹദസിൻ അശുദ്ധിയോടുകൂടെയാണ്. എന്നാൽ വജബത്ത് അലൈഹി ഇആദത്തു സ്വലാത്തി വജബത്ത് അലൈഹി അയാൾക്ക് നിർബന്ധമാണ്, ഇആദത്തു സ്വലാത്തി നിസ്കാരം മടക്കൽ നിർബന്ധം. ഫൈലം യഖുദി സാത്തിറു ആ മറ എടുത്തിട്ടില്ലെങ്കിൽ, മിനസ്വഹീഹി ആരോഗ്യമുള്ള അവയവത്തിൽ നിന്ന് ചെയ്യാൻ ഒട്ടും എടുത്തിട്ടൊന്നുമില്ല,
അല്ലെങ്കിൽ ഔ അഖദ ഖദറൽ ഇസ്തിംസാക്കി, അല്ലെങ്കിൽ ആ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ അളവേ എടുത്ത് കെട്ടിയിട്ടുള്ളൂ. എന്നാൽ ലാക്കിൻ വുദിഅ അല തുഹ്രിൻ, അത് ശുദ്ധിയോടുകൂടെയാണ് കെട്ടിയത്. വതഅദ്ദറ നസ്ഉഹു, അത് അയച്ചു മാറ്റൽ പ്രയാസമാണ്. ഫലാ തജിബുൽ ഇആദത്തു, അവിടെ മടക്കൽ നിസ്കാരം മടക്കൽ നിർബന്ധമില്ല. വയുഈദു സ്വലാത്ത, അപ്പോ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്? മുറിവില് വിട്ടുവീഴ്ചയില്ലാത്ത അത്ര നജസുണ്ട്. അതായത് വിട്ടുവീഴ്ച ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ എത്രയാ, മറ്റൊരു അയാൾ പ്രവർത്തിച്ചിട്ട് അയാളെന്തോ ചെയ്തിട്ട് രക്തം ഉണ്ടായതാണ്, അങ്ങനെയൊക്കെ ആകുമ്പോഴേ ദൗമുൻ കസീർ എന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ഒരാളുടെ സ്വയം ശരീരത്തിലുള്ള മുറിവിന് അഫവുണ്ട്. അപ്പോ അങ്ങനെ ഉണ്ടായാൽ നിസ്കാരം മടക്കണം. അതുപോലെ തയമ്മുമിന്റെ അവയവത്തിലാണ് മറയെങ്കിൽ നിസ്കാരം മടക്കണം. ബാൻഡേജ് തയമ്മുമിന്റെ അവയവത്തിൽ മുഖത്തോ കയ്യിലോ ആണെങ്കിൽ നിസ്കാരം മടക്കണം. ഇനി കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം മടക്കണം. ഇനി അശുദ്ധിയോടുകൂടെയാണ് ഈ ബാൻഡേജ് ചെയ്തതെങ്കിൽ അവിടെയും നിസ്കാരം മടക്കണം. ഇത്രയും കാര്യമാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നിസ്കാരം മടക്കേണ്ടതുമില്ല. അപ്പൊ യുഈദു സ്വലാത്ത, നിസ്കാരം മടക്കണം. ഐലൻ, വീണ്ടും മൻ തയമ്മമ, വീണ്ടും എന്ന് പറഞ്ഞാൽ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അടുത്തൊരു വിഷയം ചർച്ച ചെയ്യാണ്. മൻ തയമ്മമ ലി ബർദിൻ, തണുപ്പ് കൊണ്ട് ഒരാൾ തയമ്മം ചെയ്താണ്. വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്, അപ്പോ തയമ്മം ചെയ്തു. ഔ ഫഖ്ദി മാഇൻ, അല്ലെ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് തയമ്മം ചെയ്തത്. പക്ഷെ എവിടെയാ? ബി മഹല്ലിൻ, ഒരു സ്ഥലത്ത് വെച്ച്. യൻദുറു ഫീഹി, അവിടെ വളരെ അപൂർവമാണ്. ഫഖ്ദുൽ മാ, ഈ വെള്ളം കിട്ടാതിരിക്കൽ അപൂർവമാണ്. അങ്ങനത്തെ ഒരു നാട്ടിൽ വെച്ച് എന്ത് ചെയ്തു? തയമ്മം ചെയ്തു. ഔ ഫി സഫരി മഅസിയത്തിൻ, അല്ലെ തെറ്റായ ഒരു യാത്രയിലാണ് തയമ്മം ചെയ്യുന്നത്, എന്നാൽ അവിടെ മടക്കൽ നിർബന്ധമാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിൽ പറഞ്ഞത്. 1-2 തവണ സംശയം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ബാക്കി ഇൻഷാ അല്ലാഹ് ലൈവ് ക്ലാസ്സുകളിലൊക്കെ സംശയങ്ങൾ തീർക്കാം. ഗ്രൂപ്പിൽ വെച്ചും സംശയങ്ങൾ തീർക്കാവുന്നതാണ്. പരമാവധി സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. ലൈവ് ക്ലാസ്സുകളിൽ ഓൺലൈൻ ദർസിന്റെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് സംശയം ചോദിക്കാനൊക്കെ സന്നദ്ധമാവുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു പഠിച്ച് പ്രവർത്തിക്കാൻ, വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. തോന്നിയതുപോലെ ചെയ്യാതിരിക്കുക. കഴിയുന്നതും സംശയങ്ങൾ കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കുക. നമ്മുടെ മെന്റേഴ്സിനോട് സംശയങ്ങൾ ചോദിക്കാം. അവർക്കറിയാവുന്നവർ പറയുകയും ഇനി അഥവാ അന്വേഷിച്ച് പറയേണ്ടത് നമുക്ക് അന്വേഷിച്ച് പറയുകയും ചെയ്യാം. ഒരു മതപഠനം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനിവാര്യതയാണല്ലോ. ആ അനിവാര്യത ഉൾക്കൊണ്ടതിന്റെ പേരിലുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ ഒരു സ്വാലിഹായ അമല് എന്ന നിയത്തോടെയാണ് നമ്മൾ ഇത് കേൾക്കേണ്ടതും പഠിക്കേണ്ടതും ഇതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ടതും. അങ്ങനെ ആകുമ്പോൾ അത് വലിയ ഇബാദത്താണ്, വലിയ സ്വാലിഹായ സൽക്കർമ്മമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്.